ഈ ആധുനിക ലോകത്തെ നമ്മുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും മതങ്ങളും ഒക്കെ എത്രത്തോളം വർഷം പഴക്കമുള്ളതാണെന്ന് നിങ്ങൾക്കറിയുമോ? നമ്മുടെ പ്രധാനപ്പെട്ട മതങ്ങളായ ഹൈന്ദവ മതം, ക്രിസ്ത്യ മതം, ഇസ്ലാം, ജൂതമതം ഈ തുടങ്ങിയ മതങ്ങളുടെ പ്രധാനപ്പെട്ട മതഗ്രന്ഥങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള സിമിലാരിറ്റീസും കാണാൻ പറ്റുന്നതാണ്. ഇവയുടെയൊക്കെ വേരുകൾ എവിടെ നിന്നാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? സ്വാഭാവികമായും ഏതൊരു മനുഷ്യനും തോന്നാവുന്ന ഒരു ചോദ്യമാണത്. എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മെസപ്പൊട്ടോമിയൻ ജനതകൾക്ക് നമ്മുടെ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മതങ്ങളും മതഗ്രന്ഥങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? പ്രശസ്ത സുമേറിയോളജിസ്റ്റ് മൂവസിസ് ഇൽമിയച്ചേക് തന്റെ ദീർഘകാല ഗവേഷണങ്ങളിലൂടെ ലോകത്തിനു മുന്നിൽ വെച്ച ചില ഞെട്ടിക്കുന്ന നിഗമനങ്ങളുണ്ട്. ഖുറാനിലും ബൈബിളിലും തോറയിലും നാം വായിക്കുന്ന പല ചരിത്രങ്ങളും കഥകളും ആചാരങ്ങളും, അത് പ്രളയമാകട്ടെ, മനുഷ്യന്റെ സൃഷ്ടിയാകട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പിന്തുടരുന്ന വസ്ത്രധാരണ രീതികളാകട്ടെ, ഇവയുടെ എല്ലാം വേരുകൾ പുരാതന സുമേറിയൻ ലിഖിതങ്ങളിലുണ്ടെന്നാണ് അവർ വാദിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഈ നാഗരികതയുടെയും ഗ്രന്ഥങ്ങളുടെയും കാലക്രമം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും വിശ്വാസപരമായ കാരണങ്ങളാൽ ഇതിന്റെ പഴക്കത്തെക്കുറിച്ച് പലർക്കും തെറ്റിദ്ധാരണകൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ പുരാവസ്തു ഗവേഷണങ്ങളും ചരിത്രരേഖകളും പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നേക്ക് ഏകദേശം 5000 മുതൽ 6000 വരെ വർഷങ്ങൾക്ക് മുമ്പാണ് മെസപ്പൊട്ടോമിയയിൽ സുമേറിയക്കാർ ജീവിച്ചിരുന്നത്. അതായത് BC 4000-നും 2000-നും ഇടയ്ക്ക്. ലോകത്തിലെ ആദ്യത്തെ എഴുത്തുവിദ്യയായ ക്യൂണിഫോം ഇവരാണ് വികസിപ്പിച്ചെടുത്തത്. ജൂതമതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായ തോറ ഏകദേശം BC 1300-നും 600-നും ഇടയിലാണ്. അതായത് സുമേറിയൻ സംസ്കാരം അതിന്റെ ഉച്ചസ്ഥായിയിൽ നിന്നിരുന്ന കാലത്തിന് ഏകദേശം 2000 വർഷങ്ങൾക്ക് ശേഷമാണ് തോറ ഉണ്ടാവുന്നത്. എന്നാൽ ബൈബിൾ രൂപപ്പെടുന്നത് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന് ശേഷം, അതായത് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ്. അതുപോലെ തന്നെ ഇസ്ലാം മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥമായ ഖുറാൻ അവതരിക്കപ്പെടുന്നത് ഏകദേശം 1400 വർഷങ്ങൾക്ക് മുമ്പാണ്. അതായത് AD 610-നും 632-നും. അപ്പം നിങ്ങൾക്ക് ഏകദേശം അതിന്റെ ഓർഡർ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സുമേറിയക്കാർ തങ്ങളുടെ കളിമൺ പലകകളിൽ പ്രളയത്തെക്കുറിച്ചും പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചും എഴുതി വെച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മതഗ്രന്ഥങ്ങളെല്ലാം വരുന്നത്. അതുകൊണ്ടാണ് മൂവസിസ് ഇൽമിയച്ചെകിനെ പോലെയുള്ള ഗവേഷകർ ഈ പുരാതന സുമേറിയൻ കഥകൾ പിൽക്കാല മതഗ്രന്ഥങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടാകാം എന്ന നിഗമനത്തിലെത്തുന്നത്. നമ്മൾ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂവസിസ് ഇൽമിയച്ചെകിന്റെ ഈ പഠനങ്ങൾ പ്രധാനമായും ഖുറാൻ, ബൈബിൾ, തോറ എന്നീ സെമിറ്റിക് മതഗ്രന്ഥങ്ങളെയും അവയുടെ ഉത്ഭവത്തെയുമാണ് വിശകലനം ചെയ്യുന്നത്. ഭാരതത്തിലെ അതിപുരാതനമായ ഋഗ്വേദത്തെക്കുറിച്ച് ഈ പഠനങ്ങൾ പരാമർശമില്ല. ചരിത്രപരമായി നോക്കിയാൽ തോറയ്ക്കും ബൈബിളിനും ഖുറാനും മുൻപേ രൂപപ്പെട്ട ഒന്നാണ് ഋഗ്വേദം. എന്നാൽ ഋഗ്വേദത്തിൽ ഈ സുമേറിയൻ കഥകളോ സാമ്യങ്ങളോ കാണാത്തതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. സുമേറിയൻ നാഗരികതയും സെമിറ്റിക് മതങ്ങളും ഒരേ ഭൂപ്രദേശത്തിന്റെ സാംസ്കാരിക തുടർച്ചയായിരുന്നു. എന്നാൽ ഋഗ്വേദം തികച്ചും വ്യത്യസ്തമായ മറ്റൊരു പ്രവിശ്യയിൽ രൂപപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ മൂവസിസ് ഇൽമിയച്ചെക് തന്റെ പുസ്തകത്തിൽ ഈ സെമിറ്റിക് മതങ്ങളുടെ സുമേറിയൻ ബന്ധം മാത്രമാണ് അക്കമിട്ട് നിർത്തുന്നത്. നൂറ്റാണ്ടുകളായി പാശ്ചാത്യ സംസ്കാരത്തിന്റെ അടിസ്ഥാനം ഗ്രീക്കുകാരാണെന്നും മതപരമായ അടിത്തറ ഹീബ്രു ബൈബിൾ ആണെന്നുമാണ് പരക്കെ വിശ്വസിക്കപ്പെട്ടിരുന്നത്. എന്നാൽ സുമേറിയ സംസ്കാരത്തിന്റെ ഉദയത്തോടെ പാശ്ചാത്യ ലോകത്തിന്റെ വികാസത്തിന്റെ പ്രധാന ഉറവിടം അവരാണെന്ന് വ്യക്തമായി. കുറഞ്ഞത് 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സുമേറിയക്കാർ നടപ്പിലാക്കിയ കമാനങ്ങളും താഴികക്കുടങ്ങളും ചുവരലങ്കാരങ്ങള്, ശില്പങ്ങള്, ബലിപീഠങ്ങള് എന്നിവ മധ്യപൂർവേഷ്യയിൽ എന്ന പോലെ ഗ്രീസ്, റോം വഴി പാശ്ചാത്യ വാസ്തുവിദ്യയിലേക്കും പ്രവേശിച്ചു. സുമേറിയക്കാരുടെ ജ്യോതിശാസ്ത്ര അറിവുകൾ വെറും ശാസ്ത്രം മാത്രമായിരുന്നില്ല, അത് അവരുടെ മതവിശ്വാസവുമായി അത്രമേൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒന്നായിരുന്നു. ഈ അറിവുകൾ പിൽക്കാലത്ത് വന്ന സെമിറ്റിക് മതങ്ങളെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. സുമേറിയക്കാരെ സംബന്ധിച്ചിടത്തോളം ആകാശത്തെ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും വെറും ഗോളങ്ങളായിരുന്നില്ല, മറിച്ച് അവരുടെ ദൈവങ്ങളായിരുന്നു. ഉദാഹരണത്തിന് ശുക്രൻ അവർക്ക് ഇന്ന എന്ന പ്രണയത്തിന്റെയും യുദ്ധത്തിന്റെയും ദേവതയായിരുന്നു. ചന്ദ്രൻ നന്ന എന്ന ദൈവവും. ആകാശത്തെ മാറ്റങ്ങൾ ദൈവങ്ങളുടെ തീരുമാനങ്ങളാണെന്ന് അവർ വിശ്വസിച്ചു. സുമേറിയക്കാരാണ് ചന്ദ്രന്റെ ചലനത്തെ അടിസ്ഥാനമാക്കി മാസങ്ങൾ കണക്കാക്കുന്ന രീതി തുടങ്ങിയത്. ഇന്നും ഇസ്ലാം മതത്തിലെ മാസങ്ങളും പെരുന്നാളുകളും ജൂത മതത്തിലെ വിശേഷ ദിവസങ്ങളും തീരുമാനിക്കുന്നത് ഇതേ ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ പ്രകാരമാണ്. ആകാശത്ത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന 7 ഗോളങ്ങളെ, സൂര്യൻ, ചന്ദ്രൻ, 5 ഗ്രഹങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഇവർ ഒരാഴ്ചയെ 7 ദിവസങ്ങളായി തിരിച്ചത്. ഈ 7 എന്ന സംഖ്യ പിൽക്കാലത്ത് സെമിറ്റിക് മതങ്ങളിൽ വളരെ വിശുദ്ധമായി മാറി. ദൈവം 6 ദിവസം കൊണ്ട് ലോകം സൃഷ്ടിച്ചു, 7-ാം ദിവസം വിശ്രമിച്ചു എന്ന ബൈബിൾ, തോറ പരാമർശവും ഖുറാനിലെ 7 ആകാശങ്ങൾ എന്ന സങ്കല്പവും ഇതിന്റെ തുടർച്ചയാണെന്ന് ഗവേഷകർ നിരീക്ഷിക്കുന്നു. ദൈവങ്ങൾ ആകാശത്ത് വസിക്കുന്നു എന്ന സങ്കല്പം സുമേറിയക്കാരുടേതായിരുന്നു. അവരുടെ സിഗറാത്തുകൾ ആകാശത്ത് പടുത്തുയർത്തിയത് ദൈവങ്ങളിലേക്ക് അടുക്കാനായിരുന്നു. ഈ ആശയമാണ് പിൽക്കാലത്ത് സ്വർഗം മുകളിലാണെന്നും ദൈവം ആകാശത്തിരിക്കുന്നുവെന്നുമുള്ള സെമിറ്റിക് മതസങ്കല്പങ്ങളിലേക്ക് പരിണമിച്ചത്. നക്ഷത്രങ്ങളുടെ സ്ഥാനം നോക്കി ഭാവി പ്രവചിക്കുന്ന രീതി സുമേറിയക്കാർക്കുണ്ടായിരുന്നു. ഇത് പിന്നീട് മതപരമായ അടയാളങ്ങളായി മാറി. ഉദാഹരണത്തിന് ബൈബിളിൽ യേശുവിന്റെ ജനനം അറിയിക്കാൻ ആകാശത്ത് ഒരു നക്ഷത്രം ഉദിക്കുന്നത് ഇതിന് സമാനമായ ഒരു സങ്കല്പമാണ്.
മതപരമായ സ്വാധീനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സുമേറിയൻ മതം ബഹുദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരുന്നു. സുമേറിയക്കാർ അവരുടെ ദൈവങ്ങൾക്കായി നിർമ്മിച്ച കൂറ്റൻ ഗോപുരങ്ങളാണ് സിഗുറാത്തുകൾ. ആകാശത്തോളം ഉയരത്തിൽ പടുത്തുയർത്തിയ ഈ നിർമ്മിതികൾ പിൽക്കാലത്തെ ക്ഷേത്രങ്ങൾക്കും പള്ളികൾക്കും മിനാരങ്ങൾക്കും പ്രചോദനമായിട്ടുണ്ട്. ദൈവത്തിലേക്ക് അടുക്കാൻ ഉയരമുള്ള നിർമ്മിതികൾ വേണമെന്നുള്ള സങ്കല്പം ഇതിൽ നിന്നാണ് വന്നത്. ബാബിലോണിയൻ മിനാരങ്ങളും പിൽക്കാലത്തെ ഇസ്ലാമിക വാസ്തുവിദ്യയിലെ മിനാരങ്ങളും ഇതിന്റെ പരിഷ്കരിച്ച രൂപങ്ങളാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ പള്ളികൾക്കും മിനാരങ്ങൾക്കും മുകളിൽ കാണുന്ന ചന്ദ്രക്കല സുമേറിയക്കാരുടെ പ്രധാന ദൈവമായ നന്ന എന്ന ചന്ദ്രദേവന്റെ പ്രതീകമായിരുന്നു. സുമേറിയൻ നഗരമായ ഊർ ചന്ദ്രദേവന്റെ കേന്ദ്രമായിരുന്നു. സുമേറിയൻ ലിഖിതങ്ങളിൽ ചന്ദ്രദേവനെ പലപ്പോഴും ഒരു കാളയുടെ കൊമ്പുകളോടോ ചന്ദ്രക്കലയോടോ ആണ് ഉപമിച്ചിരുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഇതേ ചിഹ്നം പശ്ചിമേഷ്യ സംസ്കാരത്തിന്റെ ഭാഗമാവുകയും പിന്നീട് ഇസ്ലാമിക കലണ്ടറുകളുടെയും വിശ്വാസത്തിന്റെയും അടയാളമായി മാറുകയും ചെയ്തു. സുമേറിയൻ പൂജാരിമാർ സിഗറാത്തുകൾക്ക് മുകളിലിരുന്ന് നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചിരുന്നു. ഈ ഗോപുരങ്ങൾ പിന്നീട് മിനാരങ്ങൾ എന്ന രൂപത്തിലേക്ക് മാറിയപ്പോൾ അവ പ്രാർത്ഥനയ്ക്കുള്ള വിളി, അതായത് ബാങ്ക് നൽകാനും ആകാശത്തെ ചന്ദ്രനെ നോക്കി മാസം നിശ്ചയിക്കാനുമുള്ള ഇടങ്ങളായി പരിണമിച്ചു. അതുപോലെ തന്നെ സുമേറിയൻ ക്ഷേത്രങ്ങളിൽ വിശുദ്ധമായ ഒരു ഉൾമുറിയും അവിടെ ദൈവത്തിന് പ്രതിഷ്ഠയോ പ്രതീകമോ സൂക്ഷിക്കുന്ന രീതിയും ഉണ്ടായിരുന്നു. ഈ ഘടനയാണ് പിന്നീട് ജൂതന്മാരുടെ ടെമ്പിൾ ഓഫ് സോളമനിലും പിൽക്കാലത്ത് മറ്റ് ആരാധനാലയങ്ങളും കാണാൻ സാധിക്കുന്നത്. ആരാധനാലയത്തിന് മുന്നിൽ വലിയ മുറ്റവും ശുദ്ധീകരണത്തിനായി വെള്ളം സൂക്ഷിക്കുന്ന സ്ഥലവും സുമേറിയൻ ക്ഷേത്രങ്ങളുടെ ഒരു പ്രത്യേകതയായിരുന്നു. സുമേറിയൻ നിയമസംഹിത മോശയുടെ നിയമങ്ങളെയും ഇസ്ലാമിക നിയമങ്ങളെയും വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. യഹൂദ നിയമഗ്രന്ഥമായ താൽമൂദിലും സുമേറിയൻ നിയമതത്വങ്ങൾ പ്രതിഫലിക്കുന്നുണ്ട്. മാതാപിതാക്കളെ ബഹുമാനിക്കുക, കൊലപാതകം ചെയ്യാതിരിക്കുക, വ്യഭിചരിക്കാതിരിക്കുക, മോഷ്ടിക്കാതിരിക്കുക, കള്ളസാക്ഷി പറയാതിരിക്കുക, അയൽക്കാരന്റെ ഭാര്യയോ സ്വത്തിനെയോ മോഹിക്കാതിരിക്കുക തുടങ്ങിയ മോശയുടെ കൽപ്പനകൾ സുമേറിയൻ നിയമസംഹിതയോട് സാമ്യമുള്ളതാണ്. സമാനമായ നിയമങ്ങൾ ഹമ്മുറാബി നിയമങ്ങളിലും കാണാം. ഇവ ഒരു കാലഘട്ടം വരെ ജർമ്മൻ നിയമനയങ്ങളിലും നിലനിന്നിരുന്നു. ചികിന്റെ കണ്ടെത്തലുകളിൽ ഏറ്റവും വിവാദപരമായത് തല മറയ്ക്കുന്നതിനെ കുറിച്ചായിരുന്നു. സുമേറിയൻ ക്ഷേത്രങ്ങളിൽ ദൈവത്തെ സേവിച്ചിരുന്ന ചില വിഭാഗം പൂജാരിണികൾ തങ്ങളെ സാധാരണ സ്ത്രീകളിൽ നിന്ന് തിരിച്ചറിയാൻ വേണ്ടി തല മറയ്ക്കുമായിരുന്നു. ഈ ആചാരം പിന്നീട് അസീറിയൻ നിയമങ്ങളിലേക്കും അവിടെ നിന്ന് ജൂതമതത്തിലേക്കും ഒടുവിൽ ക്രിസ്തു മതത്തിലേക്കും ഇസ്ലാം മതത്തിലേക്കും പകർന്നു പോയി എന്നാണ് അവരുടെ കണ്ടെത്തൽ. അതായത് ഹിജാബ് എന്നത് മതപരമായ ഒന്നാകുന്നതിന് മുൻപേ സുമേറിയൻ ക്ഷേത്രങ്ങളിലെ ഒരു സാമൂഹിക തിരിച്ചറിയൽ ചിഹ്നമായിരുന്നു എന്ന് അവർ സമർത്ഥിക്കുന്നു. സുമേറിയൻ കഥയിൽ വാരിയലിനെ സുഖപ്പെടുത്താൻ ലേഡി ഓഫ് ലൈഫ് എന്നൊരു ദേവതയെ സൃഷ്ടിച്ചിരുന്നു. ഈ കഥ ബൈബിളിലേക്ക് മാറിയപ്പോൾ വാരിയലിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട സ്ത്രീക്ക് ഹവ്വ എന്ന പേര് നൽകി. സുമേറിയൻ ഭാഷയിൽ ലേഡി ഓഫ് ലൈഫ് എന്നത് ഹീബ്രുവിൽ ഹവ്വ എന്നായി മാറി. വിവാഹിതരായാലും കുട്ടികൾ ഉണ്ടാകാൻ അനുവാദമില്ലാതിരുന്ന സുമേറിയൻ പുരോഹിതകളെക്കുറിച്ചും പുസ്തകം ചർച്ച ചെയ്യുന്നുണ്ട്. അബദ്ധത്തിൽ ജനിക്കുന്ന കുട്ടികളെ കൊന്നുകളഞ്ഞിരുന്നു. കാരണം അവർ ദൈവത്തിന്റെ ഭാര്യമാരായതുകൊണ്ട് അവരുടെ കുട്ടികളെ ദൈവത്തിന്റെ മക്കളായി ആണ് കണക്കാക്കിയിരുന്നത്. കന്യാമറിയത്തിൽ നിന്നും ജനിച്ച യേശുവിനെ എന്തുകൊണ്ടാണ് ദൈവപുത്രൻ എന്ന് വിളിക്കുന്നത് എന്നതിലേക്കും വെളിച്ചം വീശാൻ ഈ പാരമ്പര്യം സഹായിച്ചേക്കാം. മറിയമിന് മുമ്പ് തന്നെ മറ്റ് സംസ്കാരങ്ങളിലും കന്യാജനനത്തെക്കുറിച്ചുള്ള കഥകൾ നിലനിന്നിരുന്നു. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് രോഹിണി എന്ന കന്യക ഒരു ദൈവത്തിന് ജന്മം നൽകുന്നു. ചൈനയിൽ ഫോ എന്ന ദൈവത്തിന്റെ മാതാവ് സൂര്യപ്രകാശത്തിലൂടെ ഗർഭം ധരിക്കുന്നത്. സയാമീസ് പുരാണങ്ങളിലും പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ മാതാവ് കന്യകയാണെന്ന് പറയപ്പെടുന്നു. സുമേറിയൻ നഗരങ്ങളിൽ ഭരണാധികാരി തന്നെയായിരുന്നു പ്രധാന പുരോഹിതൻ. അവരെ എൻ അല്ലെങ്കിൽ NC എന്ന് വിളിച്ചിരുന്നു. രാജാവ് ദൈവത്തിന് പ്രതിനിധിയായി ഭൂമിയിൽ ഭരണം നടത്തുന്നു എന്നതായിരുന്നു സുമേറിയൻ സങ്കല്പം. ഈ സങ്കല്പത്തിന്റെ തുടർച്ചയാണ് പിൽക്കാലത്ത് കത്തോലിക്ക സഭയിലെ പോപ്പ് ദൈവത്തിന്റെ പ്രതിനിധിയായി കണക്കാക്കപ്പെടുന്നു എന്ന രീതിയിലേക്ക് മാറിയതെന്ന് ചിഗ് നിരീക്ഷിക്കുന്നു. സുമേറിയൻ പുരോഹിതന്മാർ ധരിച്ചിരുന്ന പ്രത്യേകതരം വസ്ത്രങ്ങളും തലപ്പാവുകളും പിൽക്കാലത്തെ മതമേലധ്യക്ഷന്മാരുടെ വസ്ത്രധാരണ രീതികളുമായി സാമ്യമുള്ളതാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ചുരുക്കത്തിൽ ഇന്നത്തെ ഏകദൈവ വിശ്വാസ മതങ്ങളിൽ സുമേറിയൻ സംസ്കാരം ചെലുത്തിയ സ്വാധീനം നിഷേധിക്കാനാവാത്ത ഒരു ശാസ്ത്രീയ വസ്തുതയാണ്. എന്നാൽ ഈ സ്വാധീനം സുമേറിയക്കാരിൽ നിന്ന് നേരിട്ടല്ല ഇസ്രായേലിലേക്ക് എത്തിയത്. കാരണം ഇസ്രായേലികളുടെ ഉദയത്തിന് ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സുമേറിയക്കാർ അപ്രത്യക്ഷമായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ സംസ്കാരം എങ്ങനെ അവരിലേക്ക് എത്തി? ബാബിലോണിയൻ വിദ്യാലയങ്ങളിൽ സുമേറിയൻ ഭാഷ പഠിപ്പിച്ചിരുന്നതായും മധ്യകാലഘട്ടത്തിൽ ലാറ്റിൻ ഭാഷയോ പുരാതന ഗ്രീക്ക് ഭാഷയോ പോലെ യേശുക്രിസ്തുവിന്റെ കാലം വരെ സുമേറിയൻ ഒരു മതഭാഷയായി നിലനിന്നിരുന്നതായും ഇന്ന് കരുതപ്പെടുന്നു. മൂസസ് ഇൽമിയ ചിക്കിന്റെ കണ്ടെത്തലുകൾ ഒരു കാര്യം അടിവരയിടുന്നുണ്ട്. മനുഷ്യന്റെ വിശ്വാസങ്ങളും സംസ്കാരങ്ങളും ഒരിക്കലും ഒറ്റപ്പെട്ട ഒന്നല്ല. മെസപ്പൊട്ടോമിയൻ മണ്ണിലെ കളിമൺ ഫലകങ്ങളിൽ സുമേറിയക്കാർ കുത്തിവെച്ച ആ അറിവുകളും കഥകളും പിന്നീട് വന്ന തോറയിലേക്കും ബൈബിളിലേക്കും ഖുറാനിലേക്കുമെല്ലാം കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നത് ചരിത്രത്തിന്റെ ഒരു അത്ഭുതകരമായ തുടർച്ചയാണ്. മതം മനുഷ്യനിർമ്മിതമാണെന്ന് കരുതണോ? അതോ എല്ലാ മതത്തിന്റെ അടിസ്ഥാനം ഒന്നുതന്നെ ആയതിനാൽ ഒരു പ്രത്യേക മതത്തെ വേർതിരിച്ച് കാണേണ്ടതില്ല എന്ന് വിശ്വസിക്കണോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. കാരണം ഓരോ വ്യക്തിക്കും അവരുടേതായ തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ കണ്ടെത്തലുകളെ മതങ്ങളെ തകർക്കുന്ന ഒന്നായിട്ടല്ല നമ്മൾ കാണേണ്ടത്, മറിച്ച് ഈ ലോകമെമ്പാടുമുള്ള സകല മനുഷ്യരും അവരുടെ വിശ്വാസങ്ങളും ചരിത്രപരമായി പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് എന്നുള്ള വലിയ സത്യം മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ്. ഈ അറിവ്
നമ്മളെ കൂടുതൽ വിനയമുള്ളവരും പരസ്പര ബഹുമാനമുള്ളവരും ആക്കട്ടെ.